പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവാടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൽ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വീഡിയോയിൽ കൂടെ അടിയനെ ശ്രവിക്കുന്ന ജാതി മത സംഘടന വ്യത്യാസമെന്നെ ഈ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ. ദൈവവചന ചിന്തയിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇന്നത്തെ ചിന്താവിഷയമെന്ന് പറയുന്നത് താക്കോലിനെ കുറിച്ചാണ്. ചില താക്കോലുകളെക്കുറിച്ച് ദൈവവചനം പറയുമ്പോൾ, ദൈവവചനം ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ വചനത്തിനകത്തു നിന്ന് ചില ആലോചനകളും ദൈവത്തിൻ്റെ അരുളപ്പാടുകളും അറിയിക്കുവാനായി താല്പര്യപ്പെടുന്നു. അതിനാധാരമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവചനമെന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യമാണ്. ഞാനൊന്ന് വായിക്കാം. ഫിലദെൽഫിയയുടെ സഭയുടെ ദൂതന് എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനും ആയി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. അപ്പം ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊന്നും പറയുവാനായി താല്പര്യപ്പെടുന്നില്ല. താക്കോലുകളെക്കുറിച്ച് ചില കാര്യങ്ങൾ, 5 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഭാരത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 22:22 ഇങ്ങനെ പറയുന്നു, ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ ഞാൻ അവൻ്റെ തോളിൽ വയ്ക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു ചിന്ത ചിലപ്പോൾ വന്നേക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 7-ാം അധ്യായം 8-ാം അധ്യായമൊക്കെ ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം നോഹയോട് കൽപ്പിച്ച ഇതിനനുസരിച്ച് നോഹ പെട്ടകം പണിതു. 6:22 ഉൽപ്പത്തി 6:22 നോഹയോട് കൽപ്പിച്ചതുപോലെ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു. എന്നാൽ ദൈവം പറഞ്ഞതിനനുസരിച്ചെല്ലാം ചെയ്തതിന് പെട്ടകത്തിനകത്ത് കയറ്റിയതിന് ശേഷം യഹോവയാം ദൈവം വാതിലടച്ചു. അവിടെ അങ്ങനെയാണ് കിടക്കുന്നത്, ദൈവം വാതിലടച്ചു. അതിന് ആത്മീയാർത്ഥങ്ങളുണ്ട്, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഏകവാതിൽ യേശുക്രിസ്തുവാണെന്നുള്ള ഒരുപാട് കിട. എന്നാൽ 8:6 വരുമ്പോൾ, ഉൽപ്പത്തി 8:6 വരുമ്പോൾ ഇത് നോഹയാണ് തുറക്കുന്നത്. ഇതിൻ്റെ ആത്മീയവശം വേറെ, അത് ചില ചോദ്യങ്ങൾ വരും. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്ന് ചെറിയൊരു ഗ്ലൂ തന്നത്. അപ്പോൾ ദൈവം അടച്ച ആർക്കും തുറക്കാൻ പറ്റത്തില്ല തന്നെ. എന്നാൽ ദൈവം തുറക്കുന്ന വാതിൽ ആരെക്കൊണ്ടും അടയ്ക്കാനും പറ്റത്തില്ല. ദൈവം അനുവദിച്ചെങ്കിലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല. ഞാനെൻ്റെ ചിന്താവിഷയത്തിലേക്ക് ഞാൻ ഓടി വരികയാണ്. അപ്പോൾ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ ഞാൻ അവൻ്റെ തോളിൽ വയ്ക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. പ്രവചനം കിടക്കുക, യെശയ്യാ പ്രവചനം 22:22 നമ്മൾ വായിച്ചത്. വെളിപ്പാട് പുസ്തകം 3:7-8 വാക്യം കൂടെ വേണമെങ്കിൽ 7-ാം വാക്യമാണ് വായിച്ചത്. 8-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചാലും അവിടെയും കിടപ്പുണ്ട്. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. 8-ാം വാക്യം, ഞാൻ നിൻ്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ, അതാരും അടയ്ക്കാൻ പറ്റത്തില്ല. എൻ്റെ അപ്പൻ അടച്ചതാണോ അതാരെ കൊണ്ടും തുറക്കാൻ കഴിയുകയില്ല. അടച്ചത് തന്നെ, തുറന്നത് തന്നെ. ഞാൻ അവിടെ നിന്നൊരു ദൂത് വേണമെങ്കിൽ പറഞ്ഞ്
വിഷയത്തിലേക്ക് പുറപ്പാട് ദിവസം 14-ാം അധ്യായം പഠിക്കുമ്പോൾ ദൈവജനത്തിന് വേണ്ടി ചെങ്കടലിൽ കൂടെ ഒരു വാതിൽ ദൈവം തുറന്നു. ആ വാതിൽ ദൈവജനത്തിന് വേണ്ടി തുറന്നതാ. അടകാ മനയാ ശംഭവാദി യാതുരക്ഷസി. ദൈവജനത്തിന് വേണ്ടി തുറന്ന വാതിലിൽ കൂടെ ശത്രുവിന് വരാൻ പറ്റത്തില്ല. വന്നാൽ ഒരു പരിധി വരെ വരും, അത് കഴിഞ്ഞ് അവൻ്റെ നാശമാണ്. അപ്പോൾ ദൈവജനത്തിന് വേണ്ടി, ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിന് വേണ്ടി തുറക്കുന്ന വാതിൽ, അത് ഒരു ഫറവോന്യ ശക്തികൾക്കും അതിലെ വരാൻ പറ്റത്തില്ല. അത് പുറപ്പാട് ദിവസം 14-15 അധ്യായമൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. എൻ്റെ വിഷയം അതല്ല. ദൈവജനത്തിന് വേണ്ടി തുറക്കുന്ന വാതിൽ. അപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച വാതിൽ തുറക്കും. എല്ലാം ദൈവ സൃഷ്ടികളല്ലേ, എല്ലാവരും ദൈവ സൃഷ്ടികളാണ്. അതുകൊണ്ട് ദൈവം വാതിൽ തുറക്കും. ഞാനതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ ഞാൻ അവൻ്റെ തോളിൽ വയ്ക്കും എന്ന് പറയുമ്പോൾ, ജഡസാദൃശ്യത്തിൽ വന്ന ക്രിസ്തു ദാവീദിൻ്റെ സന്തതിയും, ആത്മാവിൽ നമ്മൾ പഠിക്കുമ്പോൾ ദാവീദിൻ്റെ കർത്താവുമാണ്. 2 തിമോത്തി 2:8 പറയുന്നു, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ ഓടി വരട്ടെ. താക്കോൽ അധികാരത്തെ കാണിക്കുന്നു. നമ്മളെ വീട് പണിതാൽ വീടിനും ഒരു താക്കോലുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ട് ഞാനത് അതിലേക്ക് കടക്കുന്നില്ല. വീടെല്ലാം പണിത് കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്കാണെങ്കിൽ അങ്ങനെ ഓരോരുത്തരുടെ രീതി അനുസരിച്ച് അവർ ആ വാതിൽ തുറക്കാൻ, പ്രാർത്ഥിച്ച് തുറക്കാൻ, കതക് തുറക്കാൻ അവസരങ്ങൾ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഏകവാതിൽ യേശു ക്രിസ്തുവാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം പഠിക്കുമ്പോൾ, ഞാൻ വാതിലാകുന്നു. യേശുവാണ് വാതിൽ. യേശു ക്രിസ്തുവിൻ്റെ അവകാശവാദത്തിലുള്ള ഞാൻ വാതിലാകുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരിക. അപ്പം എന്താണ് ഈ താക്കോൽ? എന്തിനുള്ളതാണ്? ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ അധികാരം. നോക്കണേ, ഈ താക്കോൽ അധികാരത്തെ കാണിക്കുന്നു. അധികാരത്തെയാണ് കാണിക്കുന്നത്. മത്തായി 28:18, 19, 20 പഠിക്കുമ്പോൾ, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു അരുമശിഷ്യഗണങ്ങൾക്ക് വെളിപ്പെട്ടിട്ട് മത്തായി 28:18, 19, 20 പറയുന്നു, സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും എല്ലാവരെയും എന്നെ ശിഷ്യരാക്കിക്കൊള്ളുവേൻ. 20-ാം വാക്യം പറയുന്നു, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. യേശു ക്രിസ്തുവിന് സകല അധികാരവും കിട്ടി. അപ്പോൾ അടുത്ത അധികാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ചില വചനത്തിൽ കൂടെ ചില കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. വെളിപ്പാട് പുസ്തകം 1:18 2 താക്കോലിനെ കുറിച്ച് പറയുന്നു. ഒരുപാട് മെസ്സേജൊക്കെ കേൾക്കുന്നതാണല്ലോ, അതുകൊണ്ടാണ്. വെളിപ്പാട് പുസ്തകം 1:18 പറയുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഞാൻ മരണത്തിൻ്റെ താക്കോലിനെ കുറിച്ച് ആദ്യം ഒന്ന് പറയാം. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്ക് ജീവിക്കുന്നു. വെളിപ്പാട് പുസ്തകം 6:8 കൂടെ ചേർത്ത് വായിച്ചാൽ മതി. അപ്പോൾ ഒന്ന് മരണത്തിൻ്റെ താക്കോൽ. നാം ജീവിച്ചിരിക്കുന്നു എങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. വിലാപങ്ങൾ 3:22, 23 വായിക്കുമ്പോൾ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്.
ദൈവമാണ് നമ്മെ നടത്തുന്നത്, ദൈവമാണ് നമുക്ക് ജീവൻ തരുന്നത്, ദൈവത്തിൻ്റെ ശ്വാസമാണ് നമ്മുടെ മൂക്കിൽ ഊതിയത്. അപ്പം മരണത്തിൻ്റെ താക്കോൽ കർത്താവായ യേശുക്രിസ്തു മരിച്ചു. അവൻ ഭൂമിയിൽ 33.5 തിരുവയസ്സ് വരെ ജീവിച്ചു. തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 15:55 പറയുന്നു, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് റോമൻ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് റോമർ 1:5 ദൈവപുത്രനെന്ന് നിർണയിച്ചുകൊണ്ടും 40 ദിവസം ഭൂമിയിൽ ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് എഴുന്നേറ്റതിന് ശേഷം അരുമ ശിക്ഷഗണങ്ങൾക്ക് പ്രത്യക്ഷനാകുകയും 500-ലധികം പേർക്ക് പ്രത്യക്ഷനാകുകയും വിവിധ നിലകളിൽ അരുമ ശിക്ഷഗണങ്ങൾക്ക് പ്രത്യക്ഷനാകുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം അപ്പോസ്തലപ്രവൃത്തി 8, 11, 12 ഒക്കെ വായിക്കുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു ഉയരങ്ങളിലേക്ക് കരയേറിപ്പോയി, സ്വർഗങ്ങളിലേക്ക് കരയേറിപ്പോയി. അപ്പം മരണത്തിൻ്റെ താക്കോൽ, അതിനെക്കുറിച്ചൊരു പ്രവചനം കൂടെ കിടപ്പുണ്ട്. ഹോശിയ പ്രവചനം 13:14 ഒരു പ്രവചനം കൂടെ അതിനകത്ത് കിടപ്പുണ്ട്. ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഹോശിയ പ്രവാചകനിൽ കിടക്കുന്ന പ്രവചനം കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 15:55 അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ എടുത്തെഴുതിയിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ താക്കോൽ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. 2 മരണത്തിൻ്റെ താക്കോൽ വെളിപ്പാട് പുസ്തകം 1:18. 3 പാതാളത്തിൻ്റെ താക്കോല. അതെന്തിനായി പാതാളത്തിൻ്റെ താക്കോൽ? പാതാളത്തെക്കുറിച്ച് തിരുവെഴുത്ത് ഒത്തിരി പറയുന്നുണ്ട്. പഴയ നിയമ ഭക്തന്മാർ മരിച്ചാൽ പാതാളത്തിൽ അവർ വിശ്രമിച്ചിരുന്നു, പാതാളത്തിലാണ് പോകുന്നത്. യോബിന്റെ പുസ്തകം 17:13 പറയുന്നു, ഞാനോ പാതാളത്തെ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു, ഇരുട്ടിൽ ഞാൻ എൻ്റെ കിടക്ക വിരിച്ചിരിക്കുന്നു. യോബ് എന്ന ഭക്തൻ പറയുക, ഞാനോ പാതാളത്തെ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു, ഇരുട്ടിൽ ഞാൻ എൻ്റെ കിടക്ക വിരിച്ചിരിക്കുന്നു. സങ്കീർത്തനം 49:15 പറയുന്നു, എങ്കിലും എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു. കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ്. സഭാപ്രസംഗി 9:10 പറയുന്നു, നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല എന്ന് ജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗി എടുത്തെഴുതിയിരിക്കുന്നു. ഹോശിയ 13:14 പ്രവചനം, ഞാൻ അവരെ പാതാളത്തിൻ്റെ അധീനത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഞാൻ അവരെ വിടുവിക്കും. മരണമേ നിന്റെ ബാധകൾ എവിടെ, പാതാളമേ നിന്റെ സംഹാരം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ പ്രവചനം കിടക്കുന്നു. എന്താണ് ഈ പാതാളത്തെക്കുറിച്ച്? പാതാളത്തിൻ്റെ താക്കോൽ യേശുക്രിസ്തു തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ പറയുന്നതിൻ പ്രകാരം യേശുക്രിസ്തുവിനെ രാത്രിയിൽ വന്ന് കണ്ട നിക്കോദേമസും അരിമത്യയിലെ സമ്പന്നനായിരുന്ന യോസഫും ഇവർ യേശുക്രിസ്തുവിൻ്റെ ശരീരം റോമൻ ഗവൺമെൻറ്റിനോട് ചോദിച്ച് വാങ്ങിച്ച്
അവർ അടക്കുവാനിടയായി. എല്ലാവരും വിചാരിക്കുന്നത് യേശു ക്രിസ്തു 3 ദിവസം കല്ലറയ്ക്കകത്ത് തന്നെ കിടന്നെന്ന. ദൈവവചനം പഠിച്ച ദൈവദാസന്മാർക്കറിയാം. അല്ലാത്തവർ വിചാരിക്കുന്ന അളിഞ്ഞ് പൊളിഞ്ഞ് അവിടെ കിടന്നെന്നാണ് വിചാരിക്കുന്നത്. പണ്ടൊരിക്കൽ ഒരുത്തൻ പറഞ്ഞു, യേശു ക്രിസ്തുവിനെ അടക്കിയ കല്ലറയിൽ എന്നെ അടക്കണം, എത്ര ഡോളർ വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഉടമസ്ഥൻ ഒരു കാര്യം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നീ തരുന്ന ഡോളർ ഇതൊക്കെ മതി, പക്ഷെ ഒരു കാര്യം, നീ 3 ദിവസത്തിൽ കൂടുതൽ അതിനകത്ത് കിടക്കാൻ പാടില്ല. 3 ദിവസം ആകുമ്പോൾ നീ എന്ത് ചെയ്യണം, നീ അതിനു മുമ്പേ ഇവിടുന്ന് ഇറങ്ങി അവൻ എഴുന്നേറ്റ് പൊക്കോണം. അല്ലാതെ ഇതിനകത്ത് അളിഞ്ഞു പൊളിഞ്ഞ് കിടക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവന് മനസ്സിലായി, ഇത് തുറക്കപ്പെട്ട ഒരു കല്ലറ, അന്നും ഇന്നും തുറന്നു കിടക്കുന്ന ഒരു കല്ലറ, അടയ്ക്കപ്പെടാതെ കിടക്കുന്ന ഒരേ ഒരു കല്ലറ, അത് നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ കല്ലറ മാത്രമാണ്. അവൻ സമ്പന്നന്മാരോടുകൂടെ അടക്കപ്പെടുമെന്ന് യെശയ്യാ 53 പ്രവചനപ്രകാരം സമ്പന്നന്മാരോടുകൂടെ തന്നെ അടക്കപ്പെട്ടു. അങ്ങനെ അടക്കി കല്ലുകളെല്ലാം കല്ലുകളെല്ലാം നല്ല ഉറപ്പിച്ചങ്ങോട്ട് വെച്ചതിന് ശേഷം റോമൻ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൽ മുദ്ര പൊട്ടിച്ചു കഴിഞ്ഞ് ഇമ്പീരിയൽ മുദ്രയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പട്ടാളക്കാർക്ക് ഒരു കാര്യം ഓർമ്മ വന്നു. മത്തായി 27:62 മുതൽ 67 വരെയുള്ള വാക്യമാണ്. ഞാനത് ചെറിയ ചിന്ത തരാം. പിലാത്തോസിനോടും ഗവർണറോടും ഹെരോദാവിനോട് ചെന്ന് പറയുക, ആ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞു, ഞാൻ മരിക്കും, അടക്കപ്പെടും, ഉയർത്തെഴുന്നേൽക്കും, അതുകൊണ്ട് കല്ലറ ഉറപ്പാക്കണം, ആവുന്നിടത്തോളം ഉറപ്പാക്കണം. അവരാവുന്നിടത്തോളം ഉറപ്പാക്കി. ഞാൻ അവിടെ ഒരു ദൂത് പറയാം, എത്ര ചലന്തികൾ കൂടുവച്ചാലും, എത്ര ചലന്തികൾ കൂട് കെട്ടിയാലും യഹൂദാ ഗോത്രത്തിലെ സിംഹം, യുഗങ്ങളുടെ പാറയാകുന്ന ക്രിസ്തു, ആ ക്രിസ്തു റോമൻ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ച് സ്വർഗത്തിലേക്ക് കരകയറിപ്പോയി. അപ്പോൾ കല്ലറയ്ക്കകത്ത് കിടന്ന് 3 ദിവസം എന്തുവായിരുന്നു ജോലി? അതിനെക്കുറിച്ച് എഫേസ്യർ 4:8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണാം. പത്രോസ് എഴുതിയ 1 ലേഖനം 3:18-19 വാക്യങ്ങളിലും നമുക്കതിനെ കാണാൻ കഴിയും. നോഹയുടെ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരോട് പരിശുദ്ധാത്മാവിൽ അങ്ങോട്ട് ചെന്ന് യേശുക്രിസ്തു സുവിശേഷം അറിയിച്ചു. അതോടൊപ്പം തന്നെ പത്രോസ് എഴുതിയ 2 ലേഖനം 2 അധ്യായം 4-5 വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്കറിയാം. ഞാൻ വിശദീകരിക്കാൻ സമയമില്ല. അപ്പോൾ കല്ലറയ്ക്കകത്ത് യേശുക്രിസ്തു മരിച്ച് അവിടെ കിടക്കുകയല്ലായിരുന്നു. ആത്മാവാൻ ദൈവം, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നവൻ. കാരണം ഉയർത്തെഴുന്നേറ്റപ്പം ശിഷ്യന്മാരും ആദ്യ സഹോദരിമാരാണ് ചെന്ന് കണ്ടത്. ശിഷ്യന്മാരവിടെ ബോഡി ഇല്ലായിരുന്നല്ലോ, അളിഞ്ഞു പൊളിഞ്ഞ് അവിടെ കിടന്നില്ലല്ലോ. അതൊരു രൂപാന്തരം പ്രാപിച്ച് അവന്മാർ തല്ലിപ്പറിച്ച് റെഡിയാക്കിയതിന് രൂപാന്തരം പ്രാപിച്ച് ആത്മാവിൽ പാതാളത്തിൻ്റെ പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. കാരണം പ്രവചനങ്ങൾ കിടപ്പുണ്ട്. പാതാളത്തിൻ്റെ അധീനതയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കുമെന്ന് അവർക്കൊരു പ്രത്യാശയുള്ളവരോട് സുവിശേഷം അറിയിച്ച് അവരെയും കൂടെ കൊണ്ട് കർത്താവ് ഉയരങ്ങളിലേക്ക് കയറിപ്പോയി. അതുകൊണ്ടാണ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 4:8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അവൻ ഭൂമിയുടെ അധോഭാഗത്ത് ഇറങ്ങി എന്നതിനാൽ ഉയരങ്ങളിലേക്ക് കയറിയവനൊന്നും വരികയില്ലയോ. വിഷയത്തിലേക്ക് ഞാൻ വരാം. അപ്പം 1, ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ. അതാരെ സത്യവാനും വിശുദ്ധനും
ആയ വ്യക്തിയെ ഏൽപ്പിക്കാൻ പറ്റൂ. സത്യവാനും വിശുദ്ധനുമായ എൻ്റെ കർത്താവിനെ ഏൽപ്പിക്കാൻ ഇത് പറ്റത്തുള്ളൂ, അല്ലാതെ ആരെ ഏൽപ്പിക്കാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ അവരവരുടെ പക്ഷം പിടിക്കുന്നവരെ കൊല്ലും, പക്ഷം പിടിക്കാത്തവരെ കൂടെ ചേർക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാലഘട്ടങ്ങളിലേക്ക് വന്നപ്പോൾ സത്യവാനും വിശുദ്ധനും ദാവീദിൻ്റെ താക്കോല് കൊണ്ട് അവരെ ഏൽപ്പിച്ചു. ഇന്ന് സത്യവാന്മാർ ഞങ്ങളുടെ നാട്ടിൽ സത്യനെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഒരു സത്യവും പറയത്തില്ല, ഒരു സത്യവും പറയത്തില്ല. സത്യവാനായ ഒരു ദൈവം. അതുകൊണ്ടാണ് അരിമശിക്ഷകളെപ്പോലും ഗത്സമനയ്ക്ക് മുമ്പേ ഉള്ള പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. യോഹന്നാന്റെ സുവിശേഷം 17:17 പറയുന്നു, ദൈവമേ ഇവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. കാരണം ഇത് കേൾക്കുമ്പോൾ നമ്മൾ എത്ര സത്യം പറഞ്ഞിട്ടുണ്ട്. വാ തുറന്ന കള്ളമേ പറയത്തുള്ളൂ. എങ്ങനെയെങ്കിലും എൻ്റെ പക്ഷം ജയിക്കണം എന്നുള്ള ചിന്തയോടുകൂടെ അല്ലാതെ അതിനെങ്ങനെ വേണമെങ്കിലും ഈ നീതിമാനിലൊരു കുറ്റവും ഇല്ല എന്ന് പീലാത്തോസ് പറഞ്ഞിട്ട് അവൻ കുറ്റം ചെയ്തു 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 അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞതുപോലെ കർത്തൃഭൃത്യന്മാരെ ക്രൂശിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുക. വിശുദ്ധിക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന വ്യക്തിജീവിതങ്ങളെ ഉപദ്രവിക്കുക. അതുകൊണ്ട് മരണത്തിൻ്റെ പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഞാനൊരു ദൂത് പറയാം. പ്രകാക്ഷാരകതുലഘടകസി കഴിഞ്ഞ 4-5 വീഡിയോയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞു, ഇനി അങ്ങോട്ട് ഇക്കിളിപ്പെടുത്തുന്ന ദൂതുകളൊന്നും വേണ്ട. യുദ്ധങ്ങൾ, ക്ഷാമം, ഭൂകമ്പം, പകർച്ചവ്യാധി ഇതെല്ലാം വരുമെന്ന് പറഞ്ഞു. എത്ര എണ്ണം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം എല്ലാവർക്കും ഈ ഒരു ഒരുക്കത്തെക്കുറിച്ചൊന്നും ഒന്ന് ഒരുങ്ങണമെന്നോ ആ നിത്യത അവകാശമാക്കണമെന്നോ ആർക്കും താല്പര്യമില്ല. എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം, സുഖിച്ച് ജീവിക്കണം, അത്രയേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഉറുമ്പിൻ്റെ അടുക്കൽ ചെന്നാൽ മതി. അത് സലോമൻ പറയുന്നുണ്ട്, സദൃശവാക്യം 6:6-7, മടിയാ നീ ഉറുമ്പിൻ്റെ അരിക്കൽ പോയി കുത്തി പഠിക്കാൻ. രാപകലില്ലാതെ അധ്വാനിച്ച് അവർ തിന്നുന്നു, വേനൽക്കാലത്തേക്ക് അവരെന്ത് ചെയ്യുന്നു. സദൃശവാക്യം 30:20 മുതൽ താഴോട്ട് വായിച്ച അവിടെയുണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉറുമ്പിനെ കുറിച്ചും പറയുന്നു. ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്തേക്ക് തീൻ ശേഖരിച്ചു വയ്ക്കുന്നു. മടിയന്മാരാ കളിപ്പിച്ച് കാശ് വാങ്ങിക്കുക. അവൻ്റെ കയ്യിലിരിക്കുന്ന എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റുക, അടിച്ചു മാറ്റുന്ന പാർട്ടികളാണ്. അതുകൊണ്ട് യേശുക്രിസ്തു സത്യം എന്ന് പറയുന്ന ഒരേ ഒരാളേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും കയ്യിൽ താക്കോല് ഏൽപ്പിക്കാൻ പറ്റത്തില്ല. താക്കോല് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, താക്കോല് ഏൽപ്പിച്ചില്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലുണ്ടാക്കുന്നവരും ഉണ്ടെന്ന്. ദുബൈയിൽ ഒക്കെ പോയി കഴിഞ്ഞാൽ, ഗൾഫ് കൺട്രികളിലൊക്കെ പോയി കഴിഞ്ഞാൽ, നമ്മളൊക്കെ പോകുമ്പോൾ വീട്ടിൽ ഒരു താക്കോല് തരും. ഒറിജിനൽ ഒരു താക്കോലേ ഉള്ളൂ. അപ്പോൾ വേറൊരു താക്കോലൂടെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ വേറൊരു താക്കോൽ തരും നമുക്ക്. അത് നമുക്ക് വേണ്ടി തരുന്നതാണ്. അത് കട്ടെടുക്കാനോ മോട്ടിക്കാനൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോണം. 1 മരണത്തിൻ്റെ താക്കോൽ, 2 പാതാളത്തിൻ്റെ താക്കോൽ. യേശുക്രിസ്തു മരിച്ച് കല്ലറയിൽ അങ്ങനെ കിടന്നില്ല കേട്ടോ. ഈ ആത്മാക്കളോട് ആത്മാവിൽ ചെന്ന് പത്രോസ് എഴുതിയ ലേഖനത്തിൽ വായിച്ചല്ലോ. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2:4-5 വാക്യങ്ങളും, പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3:18-19, എഫെസ്യർ 4:18, 4-ാം അധ്യായം 8 മുതൽ 11 വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം.
ആർക്കും കേൾക്കാൻ സമയമില്ലെന്ന്. ഇതിനൊന്നും ഒരു സമയമില്ല. ബാക്കി ലോകകാര്യങ്ങളൊക്കെ കേൾക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്, ലോകകാര്യങ്ങൾ കാണാനും സമയമുണ്ട്. പക്ഷെ നമുക്കെന്തില്ല? ദൈവവചനം കേൾക്കാൻ ആരും തയ്യാറല്ല, ആരും തയ്യാറല്ല. അതുകൊണ്ട് എത്ര കാലം ഉണ്ടെന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ പുറത്തേക്ക് വിട്ട ശ്വാസം അകത്തേക്ക് വലിച്ചു വിട്ടില്ലെങ്കിൽ എല്ലാവരുടെ പേരൊന്നായി മാറും. ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. ഒരുപാട് ശവടക്കിനൊക്കെ പോയിട്ടുണ്ട്. ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല ധർമ്മരാജനാണ് ഈ കിടക്കുന്നത് ധർമ്മരാജനാണെന്ന് പറഞ്ഞിട്ടില്ല, ശവമാണ് കിടക്കുന്നതെന്ന് പറയും. അതുകൊണ്ട് മരണത്തിൻ്റെ അധികാരി, മരണത്തിൻ്റെ താക്കോൽ കൈവശമുള്ളവൻ, ആര് എപ്പോൾ മരിക്കണം, എവിടെ വച്ച് മരിക്കണം, എങ്ങനെ മരിക്കണമെന്ന് തീരുമാനിക്കുന്നത് എൻ്റെ അപ്പന. അതുകൊണ്ട് ആ മരണത്തിൻ്റെ താക്കോൽ കൈവശമുള്ളവനെ ഒന്ന് ഭയപ്പെടണം, ഒന്ന് പേടിക്കണം. പ്രവാചകന്മാർ തലയൊക്കെ വെച്ച് ഒത്തിരി ദൂതൊക്കെ പറയും. പക്ഷേ അപ്പം തീരുമാനിക്കും, അപ്പം പറഞ്ഞിട്ടായിരിക്കണം പറയുന്നത്. ഒരുപാട് അനുഭവങ്ങളുള്ളത് കൊണ്ട് പറയുക. അപ്പോൾ അങ്ങനെ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമാക്കിക്കൊണ്ട്, ഹേ മരണമേ നിൻ്റെ ജയമെവിടെ, ഹേ മരണമേ നിൻ്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് ഇന്ന് മധ്യസ്ഥത അടയ്ക്കുക. നമുക്ക് വേണ്ടിയാ. എന്തിനാ? എൻ്റെ കുഞ്ഞ് 1 വർഷം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ക്കുമോ എന്ന് നോക്കാം. അല്ലാതെ നമ്മുടെ ആരുടെയും ഗുണം കൊണ്ടൊന്നുമല്ല നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അങ്ങനെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കരേറി പോകുന്നതിന് മുൻപ് അരുമ ശിക്ഷകണങ്ങളെ വിളിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെ വിളിച്ച് ഒരു ദൂത് പറഞ്ഞ്, മത്തായി 16:18-19, 16 മുതൽ വായിച്ചാലും കുഴപ്പമില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇതെന്താണ് സ്വർഗത്തിൽ എന്നുള്ളൊരു പദം? അവിടെ ഒരു അധികാരം കൈമാറുകയാണ്. അധികാരത്തിൻ്റെ താക്കോൽ കൈമാറുകയാണ്. ഞാൻ 1-2 ചിന്തകളിലൂടെ തന്നിട്ട്, അടകശമനകതുരി, നിന്റെ മുൻപിൽ ഏത് ചെങ്കടൽ വഴി തുറക്കത്തില്ലെന്ന് പറഞ്ഞു വന്നാലും നിങ്ങൾ ഭാരപ്പെടരുത്. ദൈവമാണ് നിനക്കൊരു വാഗ്ദത്തം തന്നിട്ടുള്ളതെങ്കിൽ, ദൈവ പൈതലെ, ദൈവദാസന്മാരെ, ദാസിമാരെ, വിശ്വാസ കുടുംബങ്ങളെ, ജാതിമത ഭേദമെന്നെ എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം. ദൈവമാണ് നിങ്ങൾക്കൊരു വാതിൽ തുറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏത് ചെങ്കടൽ അർഷേ മനയാ സംഭവാദി യാതുരക്ഷസി, ഏത് ഒരിക്കലും തുറക്കത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്നതിന്, പുറപ്പാട് 14-ാം അധ്യായം 15-ാം അധ്യായം, കിഴക്കൻ കാറ്റ് ശക്തിയോടെ അടുപ്പിച്ച് ചെങ്കടലിനെ 2ആയി വിഭാഗിച്ച് ദൈവജനത്തിന് വേണ്ടി തുറന്ന പാത, അടകച്ചാരകൾക്ക് മനഘടകം, ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ പറഞ്ഞ സ്ഥലത്ത് പുതിയ ചെങ്കൽ പാത തുറന്ന് അക്കരെ എത്തിച്ച ദൈവം.
നിങ്ങളെ എത്തിക്കുവാൻ ശക്തനാണ്. യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചോണം. അടയ്ക്കുന്നത് ദൂട്ടൻ അടച്ചാൽ എൻ്റെ അപ്പൻ തുറക്കും. മനസ്സിലായില്ലേ? ലോകര് പറയും ഈ ചെങ്കടൽ കടന്ന് നീ അക്കരെ പോകുന്നത് ഞാനൊന്ന് കാണട്ടെന്ന് പറയും. പക്ഷേ ഈ ദൂത് കേൾക്കുമ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, ഏത് ചെങ്കടൽ നിന്നാലും അതിനപ്പുറത്ത് ഒരു ചെങ്കൽ പാതയുണ്ടെന്ന് ആത്മകണ്ണുകൊണ്ട് കണ്ട് നേരെ പോയാൽ മതി. ദൈവം ചെയ്യും. ചില പ്രവൃത്തികൾ ഈ നാളുകൾ ചെയ്യും. ഇന്ന് വരെ ചെയ്യാത്ത പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും യുദ്ധങ്ങളും ക്ഷാമങ്ങളും മഹാവ്യാധിയും പകർച്ചവ്യാധിയും ഒക്കെ ഉണ്ടെങ്കിലും ആമൻ ദൈവം ചെയ്യാമെന്ന് പറഞ്ഞത് ദൈവം ചെയ്യും. അതിന് മധ്യത്തിലും ദൈവപ്രവൃത്തി ഉണ്ടാവും. രണ്ടാമതാണ് ആമൻ സ്തോത്രം, മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് യോർദാൻ്റെ കരയിൽ വന്നു. യോർദാൻ്റെ കരയിൽ യോർദാൻ കലങ്ങി മറിഞ്ഞ് ഒഴുകുക. എപ്പോഴാണെന്നറിയാം? കൊയ്ത്തുകാലത്ത്. ഞാനെൻ്റെ വിഷയത്തിലേക്ക് വരാം. കൊയ്ത്തുകാലത്ത് യോശുവയുടെ പുസ്തകം 3:15 കൊയ്ത്തുകാലത്തൊക്കെ ഈ യോർദാൻ തീരമെല്ലാം കരകവിഞ്ഞൊഴുകുമെന്നാണ് കിടക്കുന്നത്. ഞാനൊരു ദൂത് പറയാം, കലങ്ങി മറിയട്ട്, കലങ്ങി മറിഞ്ഞ് വരട്ട്, നിന്നെ അക്കരെ കടത്തത്തില്ലെന്ന് പറയട്ടെ. പക്ഷേ അവിടെ മരുഭൂമിയിൽ യഹോവയുടെ പെട്ടകം അവൻ മരുഭൂമിയിൽ നടുക്കാണെങ്കിൽ നിന്റെ മുൻപിൽ ഒരു യോർദാൻ വരുമ്പോൾ അടകച്ചാരകതലഘടകസ്യ, നിന്റെ മുൻപിൽ ഒരു യോർദാൻ വരുമ്പോൾ അയ്യോ കഹാത്യരായ പുരോഹിതന്മാർ തോളിലിരിക്കുന്ന പെട്ടകവുമായിട്ട് നേരെ മുൻപിൽ വരും. അല്ലാതെ നിങ്ങളെ മുമ്പേ തള്ളിവിടുന്നത് ദൈവമല്ല. ക്രിസ്തുവാകുന്ന പെട്ടകവുമായി അത് മുൻപിൽ വരും. കഹാത്യരായ പുരോഹിതന്മാരുടെ തോളിലിരിക്കുന്ന പെട്ടകവുമായി മുൻപിൽ വരും. പക്ഷേ മുൻപിൽ വരുമ്പോൾ ഒരു കാര്യം ഓർത്ത്, അവരുടെ ഉള്ളങ്കാൽ ഇങ്ങനെയാണ് കിടക്കുന്നത്. അവരുടെ ഉള്ളങ്കാൽ ചവിട്ടുമ്പോൾ തന്നെ ആ മേലൊഴുക്ക് അവിടെ അങ്ങ് നിൽക്കും. അവിടെയും ഒരു പാത തുറന്നു തരും. അടയ്ക്കപ്പെട്ട് കിടക്കുന്ന മണ്ഡലങ്ങൾ, അടയ്ക്കപ്പെട്ട് കിടക്കുന്ന മേഖലകളിൽ അർഗം ബിസിനസ് ആകട്ടെ, ആമൻ ജോലിയാകട്ടെ, യാത്രയാകട്ടെ, അടയ്ക്കപ്പെട്ട് കിടക്കുന്ന അർഗാരഘടകക്ഷസി ആ മേഖലകളെ ഹസ്തരവൈഡകൽക്കമന സ്വർഗത്തിലെ ദൈവം ആമൻ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാൻ അധികാരമുള്ള താക്കോലുള്ളവൻ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുള്ളവൻ, ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോലുള്ളവൻ. അവൻ പറഞ്ഞാലുണ്ടല്ലോ, ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഏത് ബഹശാരകൽക്കമനഘടക, ഏത് പ്രതിസന്ധികളാണോ, ഏത് ചെങ്കടലാണോ, ഏത് യോർദാനാണോ, ഏത് എരികോ ആണോ, അഷ്ടാമനയാരകൽക്കമന അത് തുറന്നു തന്ന് നിന്റെ വാഗ്ദത്തത്വത്തിലേക്ക് ഈ 2024 പൂർത്തിയാകുന്നതിന് മുൻപ് ചില വ്യക്തി ജീവിതങ്ങളെ തൊട്ടുകൊണ്ട് അസ്തുരായ മനയാറകൽക്കമന നാടുകളായി കരഞ്ഞ് പോകുവാൻ കഴിയാത്ത നിലയിൽ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ എത്ര തന്നെ എഴുതിയിട്ടും ആമൻ IELTS എഴുതിയിട്ടും കിട്ടാതിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചില വാതിലുകൾ സ്വർഗത്തിലെ ദൈവം തുറക്കും. ഹസ്തവൈഡകൽക്കമന ഈ ദൂത് കേൾക്കുമ്പോൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. എൻ്റെ മുമ്പിലെ ചെങ്കടൽ മാറ്, എൻ്റെ മുമ്പിലെ യോർദാൻ മാറ്, എൻ്റെ മുമ്പിലെ എരികോ മതിൽ മാറ്. യോശുവയുടെ പുസ്തകം 6:1-2 വാക്യമാണ്. ചാമ്മൻ അതിനെന്താണ് ചെയ്യേണ്ടത്? യോശുവയുടെ പുസ്തകം 3:15 പറയുന്നു, യോർദാൻ വരുമ്പോൾ സാർവഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിൽ പതിഞ്ഞ മാത്രയിൽ യോർദാന്റെ മേലൊഴുക്ക് അവിടെ നിന്നു. ക്രിസ്തുവാകുന്ന പെട്ടകവുമായി അർഗേരകൽക്കമന നീ പോകണം. ക്രിസ്തുവാകുന്ന പെട്ടകവുമായി പോകണം. എന്താണ് ഉള്ളങ്കാൽ? ആത്മഭാരത്തെ കാണിക്കുന്നു. ആത്മഭാരത്തോടെ മുന്നോട്ട് പോ. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടിരിക്കും. ദൈവം ചില വഴികൾ തുറന്നിരിക്കും. കുഞ്ഞുങ്ങളുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ ചില വഴികൾ തുറന്നിരിക്കും. ഇതുവരെ ചിന്തിക്കാത്ത മേഖലകളിൽ കൂടെ ദൈവം കടത്തിവിടും. അതിനുള്ള വ്യക്തികളെ ഒരുക്കും, വ്യക്തി ജീവിതങ്ങളെ ഒരുക്കും, അതിനുള്ള മുഖാന്തരങ്ങളെ ഒരുക്കും. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് ഓടി വരട്ടെ. പത്രോസിന് അധികാരം കൈമാറുകയാണ് എൻ്റെ കർത്താവ്. മത്തായി 28:18 സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരം എനിക്കാ. ഇവിടെ ഓരോരുത്തരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് അധികാരമെന്ന്. അധികാരം എപ്പോൾ പോവും, എപ്പോൾ വരുമെന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. രാജാക്കന്മാരെ വാഴിക്കുകയും വീഴിക്കുകയും ചെയ്യുന്നത് എൻ്റെ ദൈവമാണ്. അതുകൊണ്ട് ആരും വീമ്പടിക്കേണ്ട.
അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ മതി, ദൈവത്തെ ഭയപ്പെടുക. റോമർ 13:13 വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, നാം പകൽ വെളിച്ചം എന്ന പോലെ പകൽ പോലെ മര്യാദയ്ക്ക് നടന്നോളാൻ. മര്യാദയ്ക്ക് നടക്കണം, നീതിയോടെ നടക്കണം, സത്യസന്ധതയോടെ നടക്കണം. കാരണം സകല സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും എന്ന് പറഞ്ഞാൽ ആകാശം ഞങ്ങൾക്കുള്ള അങ്ങനെയൊന്നുമല്ല. മൊത്തത്തിൽ ഇതുണ്ടാക്കിയവൻ്റെ കരങ്ങളിൽ അധികാരം. ആ അധികാരം യേശുക്രിസ്തു പത്രോസിനിവിടെ കൈമാറുന്നു. അതാണ് പറയുന്നത് മത്തായി 16:19, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. ഇതിൻ്റെ അർത്ഥമല്ല, ആത്മീയ അർത്ഥമല്ല. അതുകൊണ്ട് ചിലർ പറയുന്നത് പിശാചെ നിന്നെ ഞാൻ കെട്ടിവെക്കുന്നെന്നാണ് പറയുന്നത്. ഇതൊന്നും അല്ല അതിൻ്റെ അർത്ഥം. ആത്മീയ അർത്ഥങ്ങളൊക്കെ അത് ഏറെയാണ്. പിശാചിനെ കെട്ടാനൊന്നും വ്യവസ്ഥയൊന്നുമില്ല. പിശാചിനെ ബന്ധിക്കുന്നെന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ പോയാൽ കെട്ടുന്നെന്ന് പറയും, ഇവിടെ പറഞ്ഞാൽ ബന്ധിക്കുന്നെന്ന്. പിശാചിനെ ബന്ധിക്കുന്ന ചില പുള്ളികളുണ്ട്. അതുകൊണ്ട് ഈ ദൂത് കേൾക്കുമ്പോൾ ബന്ധനമൊക്കെ അങ്ങ് നിർത്തണം കേട്ടോ. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യ അവതാരമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിൽ വന്നത് തന്നെ കെട്ടാനല്ല, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കാനാ വന്നേ. കെട്ടപ്പെട്ട് കിടക്കുന്നതിനെ അഴിക്കാനാ വന്നേ. കെട്ടപ്പെട്ട കഴുതകളെ അഴിക്കാനാ വന്നേ. കെട്ടിയിരുന്ന കെട്ടപ്പെട്ട ലാസറിൻ്റെ കെട്ടുകളെ അഴിക്കാനാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, കെട്ടാനൊന്നും ആരും ഇരിക്കേണ്ട, ബന്ധിക്കാനും ഇരിക്കേണ്ട. ഇത് അതിൻ്റെ ആത്മീയർത്ഥം നിങ്ങൾക്കറിയത്തില്ല. മുഴങ്കാല ഇരുന്ന് പ്രാർത്ഥിക്കുക, അപ്പോൾ അറിയാം ഇതെന്താന്ന്. അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ എന്തോ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ പത്രോസിന് ഭൂമിയിൽ കൊടുത്തു. അങ്ങനെയല്ല, ഭൂമിയിലെ സഭയെക്കുറിച്ചാണ് കാണിക്കുന്നത്. മത്തായി 3:2 വായിച്ചു നോക്കിക്കുക, അപ്പോൾ അറിയാം സ്വർഗരാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അവൻ എന്തുവാ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവാനാ. ഇതാണ് ഇതിൻ്റെ ആത്മീയാർത്ഥം. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ തരുന്നു എന്ന് ക്രിസ്തു പറഞ്ഞപ്പോൾ യഹൂദന്മാരോടും ജാതികളോടും ഒന്നാമതായി സുവിശേഷം പ്രസംഗിക്കുവാനും അങ്ങനെ ലോകത്തിലേക്ക് വിശ്വാസത്തിൻ്റെ വാതിലുകൾ തുറക്കുവാനുമുള്ള ഉപകരണമായി പത്രോസിനെ തീർക്കുമെന്നാണ് ദൈവം ഉദ്ദേശിച്ചത്. മനസ്സിലായി? ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ കണ്ടില്ലേ, ജാതികളുടെ ഇടയിലേക്ക് അവർ രണ്ടുപേരും കൊർന്നല്യോസും ദർശനം കാണുന്നു. പത്രോസും വെൺമാടത്തിൽ കയറി ആത്മവിവശത വന്ന് ദർശനം കാണുന്നു. അവിടെ നാനാവിധ അവൻ തുപ്പട്ടി ഇറക്കി കൊടുത്തിട്ട് നാനാവിധ ജന്തുക്കളെ കാണുക. പോട്ടെ, അതിലേക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ മേലാണ് പത്രോസിന് ദൈവം അധികാരം കൈമാറിയത്. യഹൂദന്മാരോട് സുവിശേഷം അറിയിക്കാനും ജാതികളോട് സുവിശേഷം അറിയിക്കുവാനുമാ ആ അധികാരത്തിൻ്റെ താക്കോൽ നൽകിയത്. അപ്പോൾ ഈ ഭൂമിയിൽ കെട്ടുകയും സ്വർഗത്തിൽ കെട്ടുമെന്ന് പറയുമ്പോൾ നീ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിലും കെട്ടപ്പെടും, ഭൂമിയിലടിക്കുന്ന സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ യഹൂദന്മാരുടെ ഇടയിലൊരു പ്രമാണം ഉണ്ടായിരുന്നു എന്നൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മളാരുടെയും പാപം മോചിക്കുകയല്ല, രണ്ടുപേര് കൂടി സാക്ഷികളുമായി വരുമ്പോൾ അവൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ പരിഹരിക്കുന്നതിനെയാണ് ഈ കെട്ടുക അഴിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ ബന്ധിച്ചു വെക്കാനോ കെട്ടിയിടാനോ ഒന്നും ആർക്കും വ്യവസ്ഥയൊന്നുമില്ല. അതുകൊണ്ട് അടുത്ത താക്കോലാണ് സുവിശേഷത്തിൻ്റെ വാതിൽ. അപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 16:6 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് തോവാസിലേക്ക് ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുക. ഞങ്ങൾ മൂസിയയിലെത്തി, അവിടുന്ന് ത്രോവാസിലെത്തി. ദൈവത്തിൻ്റെ യേശുവിൻ്റെ ആത്മാവ് വിലക്കി ത്രോവാസിലെത്തി. ത്രോവാസിലിരുന്ന് ഒരു ദർശനം കാണുക. മക്കതോന്യക്കാരനായ ഒരു ജാതിയൻ അവനിരുന്ന് നിലവിളിക്കുന്നു, നീ വന്ന് ഞങ്ങളെ സഹായിക്കുക, ഇവിടേക്ക് വരിക എന്ന്. അപ്പോൾ സുവിശേഷത്തിൻ്റെ ഒരു വാതിൽ അവിടെ തുറന്നില്ലേ? ഒരുപാട് വാതിലുകൾ തുറന്നു. വാതിൽ തുറക്കണമെങ്കിൽ ചാവി വേണ്ടേ? താക്കോല് വേണ്ടേ? അതുകൊണ്ട് എവിടെ അടച്ചാലും ശരി രണ്ടാപ്പം തുറക്കും.
അടയ്ക്കപ്പെട്ട് കിടക്കുന്ന വാതിലുകളെ ദൈവം തുറന്നിരിക്കും. ഈ വർഷം തന്നെ ദൈവം നടക്കത്തില്ലെന്ന് പറയുന്നതിന് ദൈവം തുറന്ന് തരും. അധികാരത്തിൻ്റെ താക്കോലുള്ളവനാ പറയുന്നത്, ഞാനല്ല, യേശു ക്രിസ്തുവാ. അതേ പത്രോസിന് കൊടുത്ത അധികാരം ഞങ്ങൾക്കും ഉണ്ട്. ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയും, അതേ നടക്കത്തുള്ളൂ. ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കും, അതേ നടക്കത്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്നുകൊണ്ടൊരു ചിന്ത തരാം. എൻ്റെ വിഷയം താക്കോല. ഏലിയാവ് ആകാശത്തെ അടച്ചു. ഞാൻ പറഞ്ഞിട്ടല്ലാതെ, രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 17-ാം അധ്യായം 1-2-3 വാക്യം, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യരുത്. അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ആവർത്തനം 28-23 ലേവ്യ പുസ്തകം 26-ാം അധ്യായം 19-20 വാക്യം തോന്നുന്നു അതിനകത്തുണ്ട്. അല്ലെങ്കിൽ ആ അധ്യായം ഒന്ന് വായിച്ചു നോക്കിയാൽ, ആകാശത്തെ ചെമ്പ് ഭൂമിയെ ഇരുമ്പാക്കി കളഞ്ഞു, ആകാശത്തെ അടച്ചു. അതിനെക്കുറിച്ചാണ് യാക്കോബ് അപ്പോസ്തലൻ 5:17-19 വരെയുള്ള വാക്യം. അപ്പോൾ പ്രാർത്ഥിച്ച് ഒരു ഭക്തൻ വിചാരിച്ച പ്രാർത്ഥിച്ച് അടയ്ക്കാനും പറ്റും, അതേപോലെ പ്രാർത്ഥിച്ച് തുറക്കാനും പറ്റും. 18-ാം അധ്യായം 40 മുതലുള്ള വാക്യങ്ങൾ, രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 18-40 മുതലുള്ള വാക്യം വായിച്ചു നോക്കിയോ. ഇതേ അടച്ചവൻ തന്നെ മുഴങ്കാലുകൾക്കിടയിൽ തലയും വച്ച് അവൻ ഇരിക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കൈപ്പത്തി പോലുള്ള മേഘം വന്ന് ഭക്തന് മനസ്സിലായി. അപ്പോൾ അടയ്ക്കാനും പറ്റും, മഴ പെയ്യിപ്പിക്കാനും പറ്റും, എല്ലാം പറ്റും. ഞാൻ ആ ഭാഗത്തേക്ക് വിടുക. പ്രകൃതിയുടെ മേൽ അധികാരം. അപ്പോൾ അതുകൊണ്ട് അധികാരത്തിൻ്റെ താക്കോല് പത്രോസിന് കൈമാറി, അത് അരുമ ശിഷ്യഗണങ്ങൾക്ക് കൈമാറി മാറി ഇങ്ങോട്ട് വന്ന് ഞങ്ങൾക്കും അധികാരമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം, ദൈവത്തെ ഭയപ്പെടുക, അത്രേ പറയുന്നുള്ളൂ. വഴികളൊക്കെ ദൈവം തുറക്കും. ദൈവത്തെ ഭയപ്പെട്ടോണ്ട് അത്രയും മാത്രമേ പറയുന്നുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ 1-ാമത്തെ താക്കോൽ, ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ ഞാൻ അവൻ്റെ തോളിൽ വയ്ക്കും. വെളിപ്പാട് പുസ്തകം 3:7-8, യെശയ്യാപ്രവചനം 22:22. 2-ാമത്തെ താക്കോൽ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലാണ്. 2-3 അതേ അധികാരം സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരം പ്രാപിച്ച യേശു ക്രിസ്തു അത് പത്രോസിന് അധികാരം കൈമാറുന്നു. എന്തിനു വേണ്ടി? യഹൂദന്മാരോടും ജാതികളോടും സുവിശേഷം അറിയിക്കുക, സുവിശേഷത്തിൻ്റെ വാതിൽ തുറക്കാൻ. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിൻ്റെ ഭവനത്തിലേക്കുള്ള വാതിൽ തുറന്നു കിട്ടി. സുവിശേഷം അറിയിക്കുവാൻ, ദൈവവചനം പ്രസംഗിക്കുവാനുള്ള വാതിൽ തുറന്നു കിട്ടി. നമുക്കും ചില വാതിലുകളൊക്കെ തുറക്കട്ടെന്ന്. അവൻ നുണ പറഞ്ഞല്ലേ ചില വാതിലുകൾ ഓരോരുത്തർ അടയ്ക്കുന്നത്. സത്യം വിളിച്ചു പറയാൻ പറ്റത്തില്ല. ഇന്ന് സത്യം വിളിച്ചു പറയാനേ പറ്റുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കള്ളനാണ്. ദൈവവചന സത്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അത് ഏറ്റെടുക്കുന്നവനാണ് അനുസരണം, അവൻ ഏറ്റെടുക്കുന്നവനാണ് വിടുതൽ. യെശയ്യാ 1:19, ഇയ്യോബിൻ്റെ പുസ്തകം 36:11. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നു എങ്കിൽ, ദൈവവചനം കേട്ടനുസരിക്കുന്നു എങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. മറുത്ത് മത്സരിച്ചാൽ വാള. അതാർക്കായാലും ശരി, ഈ പ്രസംഗിക്കുന്ന എനിക്കായാലും ശരി. ദൈവവചനത്തോട്, ദൈവിക ആലോചനയോട് കള്ളപ്രവാചകന്മാർ പലതും പറയും, അത് പോട്ട്, എൻ്റെ വിഷയമല്ല. അത് അവർ ദൈവമായിട്ട് തീർത്തോട്ടെ, എനിക്ക് അവരോടും പഴക്കമില്ല.
പൗലോസ് അപ്പോസ്തലൻ പോലും പറയുന്നു, അവർ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ എങ്ങനെ തന്നെ ആയാലും എൻ്റെ യേശുവിനല്ലേ പ്രസംഗിക്കുന്ന, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. അവരുമായിട്ട് തീർക്കട്ടെ, ഞാനതിലേക്ക് കിടക്കുന്നില്ല. എനിക്കിപ്പോൾ ആരെയും കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. ക്രൂശിൽ കിടന്ന കള്ളം പറഞ്ഞ നീ എന്നെ തന്നെ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു ഒരു വാക്ക് പോലും പറഞ്ഞില്ല. പക്ഷേ മറ്റവൻ പറഞ്ഞു, കുറവുകൾ ഏറ്റുപറഞ്ഞു, നീ എന്നെയും. അപ്പോൾ എനിക്ക് എന്നെ രക്ഷിക്കാൻ പറ്റൂ. അവരവർ നല്ലതായിട്ട് ജീവിച്ചാൽ അവരവർക്ക് പോവാം, അല്ലാത്തവരും ആരും പോകത്തില്ല. എല്ലാവരും ചാവും, ഉറപ്പാണ്, ചത്തു മണ്ണടിയും. പക്ഷേ നിത്യത, എറ്റേണിറ്റി, ആ നിത്യത കിട്ടണമെങ്കിൽ വിശുദ്ധിയോടെ വേർപാടോടെ ദൈവവചനം അനുസരിച്ച് ജീവിച്ചാലേ പറ്റൂ. അതോടൊപ്പം ദൈവം ഇവിടെ അമ്മ തകർത്ത് കളയത്തില്ല, പട്ടിണി കിടത്തില്ല. പലരും പറയുന്നുണ്ട് എന്നോട്, പലയിടങ്ങളിൽ പോകുന്നുണ്ട്, പാസ്റ്റർ തമിഴ്നാട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു. കാരണം അരി ഫ്രീ, ഒരുപാട് സാധനങ്ങൾ ഫ്രീയാ. അപ്പം അതുകൊണ്ട് ഇടയും കുറേ ഗ്രാമങ്ങളിലൊക്കെ പോകാനിടയായി. പാവങ്ങൾ കിടക്കുന്നു, ഒരുപാട് കഷ്ടപ്പെടുന്ന ജനം. അവരുടെ അടുക്കലേക്ക് പോകാൻ ആരുമില്ല, അവരെ ഒന്നും ഒരു ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. കാരണം ഇത്ര കൊടുത്തെന്ന് പറഞ്ഞ് സ്റ്റേജെ വിളിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ കാണിക്ക കൊടുക്കൂലേ, കൊടുക്കൂല. അതുകൊണ്ട് ശരി, ഒന്നാമത്തെ താക്കോൽ ദാവീദ് ഗ്രഹത്തിൻ്റെ താക്കോൽ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ തോളിൽ വയ്ക്കും. 2 മരണത്തിൻ്റെ താക്കോൽ, 3 പാതാളത്തിൻ്റെ താക്കോൽ, 4 മത്തായി 28:18 പ്രകാരം, മത്തായി 16 മുതൽ 19 വാക്യം വായിക്കുമ്പോൾ ഈ അധികാരം യേശു ക്രിസ്തു പത്രോസിന് കൈമാറുന്നു. അടുത്ത ഒരു താക്കോലിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. അടുത്തതായി വെളിപ്പാട് പുസ്തകം 20:1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ വേറെ താക്കോലുകൾ കണ്ടേക്കാം. ഞാനിത് തെരഞ്ഞെടുത്ത് പിടിച്ചതാണ്. ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ആ ദൂതൻ്റെ കയ്യിൽ അഗാധത്തിൻ്റെ താക്കോലുമായി വരുന്നു. അഗാധത്തിൻ്റെ താക്കോൽ വീണ്ടും. അപ്പോൾ എൻ്റെ അവിടെ ഒരു ചിന്ത, യേശുക്രിസ്തു പാതാളം ഒരുപാട് സ്ഥലങ്ങൾ കണ്ടേക്കാം, പല സ്ഥലങ്ങളുണ്ടല്ലോ. എല്ലാവരും ഒരു സ്ഥലത്തല്ലല്ലോ പാതാളത്തിൽ. പഴയ നിയമ ആൾക്കാർ, ഭക്തന്മാർ, അല്ലാത്തവർ മരിച്ചാൽ എല്ലാവരും ഒരിടത്തല്ലല്ലോ. ഭക്തന്മാർ മരിച്ചാൽ ഒരിടത്ത് പോകും, വിശ്രമിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകും. വെളിപ്പാട് 14:13 പറയാം, ഇന്നു മുതൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ വിശ്രമിക്കേണ്ടതാകുന്നു. അപ്പോൾ അവർ ഒരു സ്ഥലത്തേക്ക് പോയേക്കാം. മറ്റൊരു കൂട്ടരുണ്ടല്ലോ, അവരെ വേറെ സ്ഥലത്ത് ഇടുമല്ലോ, യാതനാ സ്ഥലം എന്ന് പറയുന്നത് പോലെ. ലൂക്കോസ് 16 പറയുന്നത് പോലെ. അപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. അഗാധത്തിൻ്റെ താക്കോലുമായി ഒരുവൻ വരുന്നു, ഒരു ദൂതൻ വരുന്നു, ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൻ സാത്താനും പഴയ പാമ്പുമായ മഹാസർപ്പത്തെ 1000 ആണ്ടേക്ക് അവനെ ബന്ധിക്കാൻ ചങ്ങലയും കൈ പിടിച്ചുകൊണ്ട് വരിക. അവിടെയാണ് ബന്ധിക്കുന്നത് സാത്താനെ. യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, ലൂക്കോസ് 24:39, നിങ്ങൾ എന്നെ തൊട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ എന്നെ തൊട്ട് നോക്കുവിൻ, എനിക്കുള്ളതുപോലെ ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ല. അസ്ഥിയും മാംസവും ഇല്ലാത്ത, ശരീരമില്ലാത്ത വേറെ ഒരു കാറ്റിനെ എങ്ങനെയാണ് ബന്ധിക്കുന്നത്? വ്യക്തികളിൽ കയറുമ്പോഴല്ലേ അവന് രൂപമാവുന്നത്. പന്നിയിൽ കയറിയ പന്നി, കാളയിൽ കയറിയ കാള, പശുവിൽ കയറിയ പശു, എരുമയിൽ കയറിയ എരുമ, പോത്തിൽ കയറിയ പോത്ത്. അവന് യാതിൽ കയറുന്നോ അത് തന്നെയാണ്. അതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ അവന് ജീവനുള്ള ഏതിലെങ്കിലും ഇരിക്കണം, അത്രേ ഉള്ളൂ. അതൊക്കെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല.
ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവിന് ശേഷം നടക്കുന്ന 7 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ്. അത് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒന്ന്, ദാവീദ് വിഗ്രഹത്തിൻ്റെ താക്കോൽ ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ, മരണത്തിൻ്റെ താക്കോൽ ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ, പാതാളത്തിൻ്റെ താക്കോൽ ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ, 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് ഒരു ദൂതൻ്റെ കരങ്ങളിൽ ഒരു താക്കോൽ, അങ്ങനെ 3-4 താക്കോൽ അവരുടെ കയ്യിൽ, യേശുക്രിസ്തുവിൻ്റെ ഒരു ദൂതൻ്റെ കയ്യിലായിരിക്കുമ്പോൾ അധികാരം കൈമാറി. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ പത്രോസിൻ്റെ കരങ്ങളിൽ കൈമാറി അധികാരത്തിൻ്റെ, സുവിശേഷത്തിൻ്റെ വാതിലുകൾ തുറക്കാനുള്ള താക്കോൽ കൈമാറി. യഹൂദന്മാരോടും യവനന്മാരോടും ജാതി മത ഭേദമന്യേ ഏവരോടും സുവിശേഷം അറിയിക്കുക. മതം മാറ്റുകയല്ല, ഇത് മനം മാറ്റുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ മതം മാറ്റൂല്ലാരെ, മനം മാറ്റുക. ഇത് മാർഗമാണ്, ക്രിസ്തു മാർഗമാണ്, ക്രിസ്തു വഴിയാണ്, ക്രിസ്തു മാർഗമാണ്. അതിനായി കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ഈ തിരുവെഴുത്തുകളിൽ കൂടെ നമുക്ക് ഒരു നന്മയുടെ വാതിൽ തുറക്കണമേ, നന്മയുടെ വാതിൽ തുറക്കണമേ എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു വാതിൽ തുറക്കണം. അതൊക്കെ തുറക്കും ദൈവം. തലമുറകളെ ദൈവമല്ലേ തന്നത്. ഈ അധികാരം പ്രാപിച്ച, സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരം പ്രാപിച്ചവനല്ലേ ഈ പറഞ്ഞത്. അത്രയും മാത്രം. മത്തായി 28:18. സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരവും ഞങ്ങൾക്ക് തന്നിരിക്കുന്നതെന്നല്ല, എനിക്ക് തന്നിരിക്കുന്ന ഏകവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ്. നാമങ്ങളിൽ എന്നല്ല, നാമത്തിൽ. ആ കർത്താവായ യേശു സകല മരണത്തിൻ്റെ അധികാരം, പാതാളത്തിൻ്റെ അധികാരം ഉണ്ടോ, സ്വർഗത്തിലെ ഭൂമിയുടെ അധികാരം, അധികാരം നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ നാവിൽ അധികാരമുണ്ട്. യെശയ്യാ 45:11. ഞാൻ ആ വാക്യം ആരോട് പറയാറില്ല. വരുവാനുള്ളതിനെക്കുറിച്ച് എന്നോട് ചോദിക്കുവിൻ, എൻ്റെ കൈകളെയും കൈകളുടെ പ്രവൃത്തികളെയും കുറിച്ച് എന്നോട് കൽപ്പിക്കുവിൻ. അങ്ങനെയാണ് കിടക്കുന്നത്. എന്നോട് കൽപ്പിക്കുക. കമാൻഡിങ്. നമുക്ക് കമാൻഡിങ് പവറുണ്ട് കൽപ്പിക്കാൻ ദൈവത്തോട്. എങ്ങനെയാ? രാജാവ് കൽപ്പിക്കും, പ്രജ ചെയ്യണം. പക്ഷെ ഇവിടെയും ആഹാബിനോട് ഏലിയാവ് കൽപ്പിക്കുന്നു, രാജാവ് ചെയ്യുന്നു. പോയി തിന്ന്, നീ വീട്ടിൽ പോയി തിന്ന്. തിന്നു. രഥം പൂട്ടി ഓട്, മഴ വരുന്നു. ഓടി. ഉണ്ടോ? പ്രജ കൽപ്പിക്കുന്നു, രാജാവ് ചെയ്യുന്നു. രാജാക്കന്മാർ കഴിഞ്ഞ 1-ാം ദിവസം 18-ാം അധ്യായത്തിലെ കാര്യമാണ്. അധികാരത്തിൻ്റെ താക്കോലുള്ളവൻ എവിടെ അടയ്ക്കട്ടെ, ശത്രു അടയ്ക്കട്ടെ, എൻ്റെ അപ്പൻ തുറക്കും. എല്ലാ കണ്ണുകളും അടയട്ടെ. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ തിരുവചനം കേട്ട എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് ആവസിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കട്ടെ. ലോകത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ രാജ്യങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ, യുദ്ധങ്ങൾ, യുദ്ധഭീതികൾ, യുദ്ധശ്രുതികൾ ഞങ്ങൾ കേൾക്കുമ്പോൾ, മത്തായി 24, ലൂക്കോസ് 23 ഞങ്ങൾ വായിക്കുമ്പോൾ, 23 വായിക്കുമ്പോൾ അവിടെ ഞങ്ങളിതെല്ലാം കാണുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ എല്ലാം ഉണ്ടാവും. ക്ഷാമം, പകർച്ചവ്യാധി, ഇതെല്ലാം അന്ത്യകാലത്ത് ഉണ്ടാകുമെന്നും 2 തിമത്യോസിനെ 2-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്വസ്നേഹികൾ ഉണ്ടാകുമെന്നും വമ്പ് പറയുന്നവരുണ്ടാകുമെന്നും ഒക്കെ തിരുവെഴുത്തിൽ കാണുന്നു. എങ്കിലും ഞങ്ങൾ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു മനസ്സാന്തരം കൊടുക്കണമേ. യഹോവയെ ഭയപ്പെട്ട അവൻ്റെ വഴികളിൽ നടക്കുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇലക്ഷൻ നടക്കുകയാണ്.
സമാധാനപരമായി കാര്യങ്ങൾ ചെയ്യുവാനുള്ള കൃപ എല്ലാവരുടെ മേലും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാർട്ടി വ്യത്യാസമെന്ന് എല്ലാവരെയും അതതിൻ്റെ നീതിയോടെ കാര്യങ്ങൾ, സത്യസന്ധതയോടെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള കൃപ ദൈവം നൽകണം. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പിതാവേ. 29 സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു, പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു, പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു, രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം, കുടുംബാംഗങ്ങൾക്കായി സ്തോത്രം, മത്സ്യം പിടിക്കുവാൻ പോകുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം, ഡോക്ടർമാർ, നഴ്സുമാർക്കായി പ്രാർത്ഥിക്കുന്നു, രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വക്കീലന്മാർ, ജഡ്ജിമാർ എല്ലാവരും നീതി ന്യായം നടത്തേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അവരുടെ മേലധികാരി എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണം. ഈ നാളുകളിൽ കർത്താവെ സമാധാനപരമായ ഒരു ഭരണം കാഴ്ചവെക്കുവാൻ ദൈവം ഇടയാക്കണം. അതിനായി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. രോഗികളായി കിടക്കുന്നവർ, വാടക കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, മാത്രവുമല്ല പിതാവെ കടഭാരത്തിൽ മുങ്ങിയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതിരിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ ഓരോരുത്തരുടെ മനസ്സിലിണവപ്പ കർത്താവെ കരങ്ങളിലുള്ളവർ കരം നീട്ടട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗ്രാമങ്ങളിൽ ശുശ്രൂഷിക്കുന്നവർ, ഗ്രാമങ്ങളിൽ വേല ചെയ്യുന്നവർ, സഹായിക്കുവാൻ ആരുമില്ലാതെ ഇരിക്കുമ്പോൾ ദൈവ സഹായകനായി കൂടെ ഉള്ളതിനായി സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. ഓരോ വിധവ 2 കാശിട്ടതുപോലെ ചെറിയ ചെറിയ നന്മകൾ തന്ന് സഹായിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. ഞാൻ ശുശ്രൂഷയ്ക്കിറങ്ങിയ സമയം മുതൽ ഈ നിമിഷം വരെ നന്മകൾ നൽകി തന്ന എല്ലാ കുടുംബാംഗങ്ങളെയും, പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥന അവരുടെ കുടുംബാംഗങ്ങളെ, തലമുറകളെ അവിടുന്ന് മാനിച്ചനുഗ്രഹിക്കണം. ദൈവ അത്ഭുതം ചെയ്യും. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിനെ കുടുംബമായി ഏൽപ്പിക്കുന്നു. 3 കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണം. തിരുനാമം മാത്തൊടുക്കണേ. ലോകത്തിൽ 5 വൻകരയിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ, ദൈവദാസിമാർ, കുഞ്ഞുങ്ങൾ, വിവാഹപ്രായമെത്തി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരവർക്ക് തക്ക തുണയെ കൊടുക്കണം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. തിരുനാമം മഹത്വം. അടിയനെ താഴ്ത്തുന്നു. തിരുവചനം പ്രഘോഷിക്കുവാൻ അടിയന് കൃപ തന്നല്ലോ, നന്ദി പറയുന്നു. ദൈവവചനത്തിൽ കൂടെ 5 വിധ താക്കോലുകളെ ചൂണ്ടിക്കാണിക്കുവാനിടയായി. അതിനായി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രാർത്ഥന കേട്ടുമല്ലോ, നന്ദി. വചനം കേട്ട എല്ലാവരെയും, ജാതി മത സംഘടനാ വ്യത്യാസമന്നെ എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അടിയാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. എല്ലാ മഹത്വത്തോടും നടക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൻ്റെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ഓൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.